നാടൻ മല്ലിയും ആഫ്രിക്കൻ മല്ലിയും. ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കൊറിയാൻഡർ, മെക്സിക്കൻ കൊറിയാൻഡർ, സോ ടൂത്ത് കൊറിയാൻഡർ എന്നൊക്കെ പറയുന്ന ചെടിയാണ്. ഇതാണ് ആഫ്രിക്കൻ കൊറിയാൻഡർ അഥവാ മെക്സിക്കൻ കൊറിയാൻഡർ എന്ന് പറയുന്ന ചെടി. അതിൻ്റെ ഇലകൾക്ക് സെറേഷൻ ഉള്ളതുകൊണ്ടാണ് സോ ടൂത്ത് എന്ന് പറയുന്നത്. മുള്ളു പോലെ ഉണ്ട്, കണ്ടാലൊരു കായിക മുള്ളു പോലെ കണ്ടില്ലേ? പക്ഷെ അത് വേദനിക്കൊന്നുമില്ല, അങ്ങനെ കുത്തുന്ന വലിയ മുള്ളൊന്നുമല്ല, ബലം കുറഞ്ഞതാണത്. മറ്റ് ചെറിയ ഇലകളുള്ളതാണ് നമ്മുടെ നാടൻ മല്ലി. അത് ഓൺലൈനായിട്ടും കടയിൽ നിന്നൊക്കെ മല്ലി വിത്ത് വാങ്ങാൻ കിട്ടും. കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന മല്ലി ചിലപ്പോൾ നട്ടാൽ മുളയ്ക്കാറില്ല. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ധാരാളം മുളയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ പ്രോസസ്സിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. പണ്ട് നമ്മൾ മല്ലി ചേറി വൃത്തിയാക്കുമ്പോൾ കുറച്ച് മല്ലി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ താനേ മുളച്ച് വരാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞാൻ കുറച്ച് മല്ലി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്, അത് വിത്ത് മല്ലി അല്ല കേട്ടോ, സാധാരണ മല്ലി വാങ്ങിച്ചിട്ട് നടാൻ നോക്കിയിട്ട് കുറേ കാലം കാത്തിരുന്നിട്ട് ഒന്നും മുളച്ച് വന്നില്ല. ആ സമയത്ത് വിത്ത് മല്ലി കിട്ടുമ്പോൾ അതിന് ഒരു പിങ്ക് നിറത്തുള്ള കോട്ടിങ്ങൊക്കെ കാണാം. എന്തോ പ്രിസർവേറ്റീവ് ആയിരിക്കണം കേട് വരാതിരിക്കാനുള്ളത്. ഏതായാലും അത് നന്നായിട്ട് മുളയ്ക്കും. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കറിക്ക് വാങ്ങുന്ന മല്ലി മുളയ്ക്കാറില്ല. ഇപ്പോൾ കടക്കാരനും അതുതന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ മുളയ്ക്കാറില്ല. പണ്ട് അവരും ചെറുപ്പത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു മുളയ്ക്കുന്നതായിട്ട്. ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്നാണ് അവരും പറഞ്ഞത്. എന്തെങ്കിലും കൂടുതൽ കേട് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് അറിയില്ല. മുമ്പ് ആഫ്രിക്കൻ കൊറിയാൻഡർ നട്ടപ്പോൾ പൂക്കുലൊക്കെ ഉണ്ടായിരുന്നു, ഇൻഫ്ലോറസൻസ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും വിത്ത് ഉണ്ടായില്ല. സാധാരണ മല്ലിക്ക് എനിക്ക് വിത്തുണ്ടായി, മല്ലി ഉണ്ടായി. പക്ഷെ ആ വിത്ത് നട്ടപ്പോൾ മുളച്ചുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ ആഫ്രിക്കൻ കൊറിയാൻഡർ വലിയ ഇലയാണ്. അതിൻ്റെ മണവും രുചിയൊക്കെ കുറച്ച് കൂടുതൽ തീക്ഷ്ണമാണ് നമ്മുടെ സാധാരണ മല്ലിയേക്കാളും. അത് കുറച്ച് മതി, ഒരിലയൊക്കെ ഇട്ടാൽ തന്നെ ആവശ്യത്തിന് അത്യാവശ്യം കറിയിലേക്ക് ആവും. ചെറിയ മല്ലി അങ്ങനെയല്ല, ചെറിയ മല്ലിക്ക് കുറേ ഇലകൾ വേണ്ടി വരും. ആഫ്രിക്കൻ കൊറിയാൻഡറിന് കുറേ വളർന്നു കഴിയുമ്പോൾ സൈഡിൽ നിന്ന് തൈകൾ പൊട്ടി മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്തിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ തൈ ഉള്ളത്. വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അല്ലാതെ വിത്ത് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രം.